കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തലയോലപ്പറമ്പിലെ നവംബർ മാസം 7-ാം തീയതി 2025 എന്ന ദിനത്തിൽ നമുക്ക് ദിവസനിലായിരിക്കാൻ കർത്താവ് തന്ന വിലപ്പെട്ട സന്ദർഭത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ സംഭവകുലമായ ഒരു ലോകത്ത് കർത്താവിൻ്റെ കൃപയിൽ നമ്മൾ ജീവിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നു. കർത്താവിൻ്റെ വരവ് വളരെ ആസന്നമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശ്വാസികളെല്ലാം തണുത്തുറഞ്ഞിരിക്കുന്ന ഒരു അനുഭവമാണ്. ഞാനിവിടെ വന്നപ്പോൾ തന്നെ കേൾപ്പാൻ കഴിഞ്ഞത്, സ്വാഭാവിക ഒഴികെ മറ്റ് മീറ്റിങ്ങുകൾക്കൊന്നും വരാൻ ആൾക്കാർക്ക് സമയമില്ല. എന്നാൽ സമയത്തെ കർത്താവ് തരാൻ പോകുകയാണ്. വലിയൊരു പീഡാനുഭവത്തിലൂടെ കർത്താവ് ഈ സഭയെ എടുക്കപ്പെടുന്നതിന് മുമ്പ് നമ്മളെ കടത്തിവിട്ടാൽ എല്ലാവരും ഇട മീറ്റിങ്ങുകൾക്കെല്ലാം വരും, ഉറപ്പായിട്ടും വരും. നമ്മുടെ കഴുത്ത് വെട്ടിക്കളയുമെന്ന് ഈ സുവിശേഷ വിരോധികൾ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന കൂടും, ഉപവാസം കൂടും, നമ്മുടെ ആത്മീയ അനുഭവങ്ങൾ കൂടും. എന്നാൽ അതിന് മുൻപായിട്ട് തന്നെ നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങി കർത്താവിൻ്റെ ഒരു വേണ്ടി ഒരുങ്ങിയിരിക്കുന്നെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠമാണ്. ഒരു പ്രതികൂലം വരുമ്പോൾ ഉണർത്തപ്പെടാൻ ഇരിക്കാതെ അല്ലാതെ തന്നെ ദൈവവചനത്തിലൂടെയുള്ള പ്രബോധനങ്ങൾ കേട്ട് ഉണർത്തപ്പെട്ട് മുമ്പോട്ട് വരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മുഹൂർ പറഞ്ഞ സമയം കളയാനില്ല. പരിമിതമായ സമയത്തിൻ്റെ ഉള്ളിൽ കർത്താവ് ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു സന്ദേശം കമ്പിവാചകലം പോലെ പറഞ്ഞ് പ്രാർത്ഥിപ്പാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 50-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയുകയില്ല, ദ്രവത്വം അദ്രവത്വത്തെയും അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. 52-ാം വാക്യം കൂടി വായിക്കുന്നു. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തെങ്കിൽ പെട്ടെന്ന് കണ്ണിമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. സ്തോത്രം. ഈ വാക്യത്തെ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി ഒരു നിമിഷം കൂടി പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടൊരു കൂട്ടായ്മ ഇന്ന് തൽക്കാലം ഭൂമിയിൽ ഞങ്ങൾക്ക് ഒരിക്കൽ കൂടി നൽകി. സ്തോത്രം. ഇന്ന് പകലിൽ ദൈവസന്നിധിയിലായിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരണമേ. കർത്താവെ, ഞങ്ങളുടെ പ്രത്യാശ വർദ്ധിക്കുവാൻ ഇടയാക്കി തീർക്കണമേ. അങ്ങയുടെ വരവിന് വേണ്ടി ഒരുങ്ങേണ്ട പോലെ ഒരുങ്ങുവാൻ, ദൈവവചന വ്യവസ്ഥ പ്രകാരം ഒരുങ്ങുവാൻ, പഥ്യവചനം പഥ്യോപദേശപ്രകാരം ഒരുങ്ങുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടദാസനും ദാസിയും സഭയെ ഏൽപ്പിക്കുന്നു, അടിയനെയും താഴ്ത്തി സമർപ്പിക്കുന്നു. ഇത് തൽക്കാലം ഐശ്വര്യമായി ദൈവത്തിന്റെ ആലോചന അവിടെ ഞങ്ങൾക്ക് നൽകി തന്നാട്ട് അതിനെ തടയുന്ന എല്ലാ ദുഷ്ടപ്പോരുകളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. അടിയനെയും ഭവനത്തെയും ഭാര്യയും മക്കളെയും കുഞ്ഞുങ്ങളെയും എല്ലാം സമർപ്പിക്കുന്നു. അവിടുത്തെ രക്തവളപ്പിൽ സൂക്ഷിച്ചാട്ട് സർവമഹത്വവും പിതാവിന് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണം നല്ല പിതാവേ. നാം വായിച്ച 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 50 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. 58 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ധ്യാനിക്കും. ഈ വേദഭാഗങ്ങൾ ദൈവസഭയ്ക്ക് സുപരിചിതമാണ്. ഇതെപ്പോഴാണ് വായിക്കപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തി മരണപ്പെട്ട് കഴിയുമ്പോൾ ഈ വാക്യം എല്ലാവരും വായിക്കും. വേദോസ്തം തുറന്ന് പാസ്റ്റർ വായിക്കുകയും നമ്മൾ വായിക്കുകയൊക്കെ ചെയ്യും. അതുവരെയും കൃപയിൽ ഇത് വായിക്കാൻ സാധ്യതയില്ലെന്നാണ് എൻ്റെ ഓർമ്മ. കാരണം ഞാൻ ഉൾപ്പെട്ടു നിന്ന ചർച്ചിൽ നീണ്ട 25 വർഷം സഭായോഗത്തിൽ നിന്നും ഇത് വായിച്ചു കേട്ട് ഞാൻ കേട്ടിട്ടില്ല. മരിക്കാൻ വേണ്ടി നോക്കിയിരിക്കുക ഈ അധ്യായം വായിക്കാൻ. ദൈവമക്കളെ, നമ്മൾ തെറ്റിപ്പോയി. നമ്മൾ മരിക്കുന്നതിന് മുൻപ്, ഒരു ഭക്തൻ മരിക്കുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ഒരു ഭക്ത മരിക്കുന്നതിന് മുൻപ് ഈ വേദഭാഗങ്ങൾ വായിച്ച് ധ്യാനിച്ച് ആ വചനഭാഗങ്ങളിലെ ആത്മീക സത്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും അതിനനുസരിച്ച് പ്രത്യാശയോടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ജീവിക്കാൻ കഴിയണം നമുക്ക്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? വലിയ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ കർത്താവിൻ്റെ വരവിൽ ആര് രൂപാന്തരപ്പെടും, ആര് ഉയർത്തെഴുന്നേറ്റ് വരും എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. അത് ചാക്കാല വീട്ടിൽ മാത്രം പ്രസംഗിക്കാൻ ഒതുക്കിക്കളയരുത്. അത് സഭായോഗത്തിലും ഉപവാസ പ്രാർത്ഥനകളിലും ഏത് കൂടിവരവുകളിലും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശ ഉണർത്തുന്ന ഈ വേദഭാഗങ്ങൾ പ്രസംഗിച്ച് ജനത്തെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുന്നില്ലെങ്കിൽ അവരൊരുങ്ങത്തില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ 1/4 നൂറ്റാണ്ടാണ് എനിക്ക് നഷ്ടമായത്. ഒരു പെന്തക്കോസ്തുകാരനായി ജീവിച്ചിട്ട് ഈ പുതിയ നിയമത്തിൻ്റെ യാതൊരു വചന വെളിപ്പാടും എനിക്ക് ലഭിക്കുവാൻ കഴിഞ്ഞില്ല. ആരാണ് അതിന് കുറ്റവാളി? ആരാണ് കുറ്റക്കാരൻ? ഞാനാണോ? അല്ല, ശുശ്രൂഷകന്മാരാ.
ദൈവസഭയാ, കർത്താവിനെ നടത്തുന്നവരാ, വേദോസ്ത ഭാഷയിൽ പറഞ്ഞ ഇടയന്മാരാ. അമ്മാമ്മ ഒരു വാക്യം ഇപ്പോൾ വായിക്കും, യെശയ്യാപ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. നമ്മളൊന്ന് ശ്രദ്ധിക്കണേ. ഈ വേദഭാഗം കേൾക്കുമ്പോൾ എല്ലാവരും വേദോസ്തം എടുത്ത് തുറന്ന് ഈ വേദഭാഗം ശ്രദ്ധിച്ചോളാം. ഞാൻ പലവരുമായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക, ഇത് ജനത്തെ ഗ്രഹിപ്പിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇത് മനസ്സിലാക്കിയാലേ തെറ്റ് തിരുത്തി മുൻപോട്ട് വരത്തുള്ളൂ. 3:12 യെശയ്യാവ് 3:12 എൻ്റെ ജനമേ കുട്ടികൾ അവരെ പീഡിപ്പിക്കും. അതല്ല അർത്ഥം. കുട്ടികളെന്ന് പറഞ്ഞാൽ ഈ വഴിയെ പോകുന്ന കുഞ്ഞുങ്ങളോ നമ്മുടെ കുഞ്ഞുങ്ങളോ അല്ല. സഭയിലെ കുട്ടികള്, വചനം അറിഞ്ഞുകൂടാത്ത, കർത്താവ് ആക്കി വെക്കാത്ത, ഉപദേശം അറിയാത്ത, ദൈവസഭയെ നടത്താൻ കഴിയാത്ത കുട്ടികൾ സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയെന്ന് എൻ്റെ അർത്ഥം. അടുത്ത സഹോദരിമാരുടെ പ്രസംഗം ഭയങ്കരമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ദൈവസഭയില് അങ്ങനെ ഒരു രീതിയില്ല. ശുശ്രൂഷ പുരുഷന്മാർക്ക് വേണ്ടി മാത്രം. ഞാൻ അതിന് അവിടെ നിർത്തി വായിക്കണേ. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. പുരുഷന്മാർക്ക് വേണ്ടി മാത്രമായി ശുശ്രൂഷ പറഞ്ഞിരിക്കുന്ന എന്നുള്ളതിന് ഒരു തെളിവ് ഞാനങ്ങ് പറഞ്ഞോളാം. വായിച്ച സമയം പോകും. അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ സുവിശേഷകന്മാരായി, ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. അപ്പൊ ദൈവം നിയമിച്ചതില് അവൻ ചിലരെ, അപ്പൊ ഇതിൽ സഹോദരിമാര് ഇല്ല, അതിലില്ല. അവൻ ചില സഹോദരിമാരെയും സഹോദരന്മാരെയും ഇല്ല അതില്. അവൻ ചിലരെ അപ്പോസ്തലന്മാർ എന്ന് പറയുമ്പോൾ അപ്പോസ്തലന്മാരി എന്ന് പറയുമോ? ഇല്ല. അത് അക്ഷരത്തിന്റെ അല്ല ആ പദപ്രയോഗത്തിൽ തെറ്റായിട്ട് വരും. അങ്ങനെയില്ല. സഭയിൽ സഹോദരിമാരുടെ ശുശ്രൂഷ സഭയിലില്ല. അപ്പൊ ചോദിക്കും, പാസ്റ്ററെ സഹോദരിമാരുടെ ഒരു മീറ്റിംഗ് വന്നു, അതിൽ ഉണർത്തപ്പെട്ടൊരു സഹോദരി, കുഴപ്പമില്ല, സഹോദരിമാർ മാത്രം ഇരിക്കുമ്പോൾ ഒരു 10-15 സഹോദരിമാർ അല്ലെ 100 സഹോദരിമാരെ ഒന്ന് ഉണർത്താൻ വേണ്ടി ഒരു സഹോദരി എഴുന്നേറ്റ് അവിടെ നടുവിലൊന്ന് പ്രസംഗിച്ചെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് അതിൽ വലിയ തെറ്റില്ല. കാരണം സഹോദരിമാർ, പക്ഷെ സഭ കൂടി വരുമ്പോൾ പുരുഷന്മാരും വയോവൃദ്ധന്മാരും വൃദ്ധന്മാരും വലിയ എന്താ പറയുക, ദൈവമക്കളുടെ ഒരു വലിയ കൂട്ടം ഇരിക്കുന്ന സമയത്ത് സഹോദരിമാർ വിരൽ ചൂണ്ടി പ്രസംഗിക്കുന്നതിനെ പൗലൂസ് ശക്തമായി വിലക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കുക, പൗലൂസ് ആരാ? ഗലാത്യർ 1:1 പൗലൂസ് ആരാന്ന് പറയുന്നുണ്ട്. പിതാവാം ദൈവത്താലും യേശു ക്രിസ്തുവിനാലും അപ്പോസ്തലനായി നിയമിക്കപ്പെട്ടവൻ. അപ്പം ദൈവം നിയമിച്ചു വെച്ച ശുശ്രൂഷകനായ പൗലൂസ് ദൈവസഭയെ ഉപദേശിച്ചതിൽ സഹോദരിമാർക്ക് ശുശ്രൂഷയില്ല. നമ്മൾ ആരും അതിൽ തർക്കിക്കേണ്ട കാര്യമില്ല. തർക്കിക്കാനും വാദിക്കാനും ഞാനില്ല. ഒരു ബാബു ജോൺ വേട്ടമല എന്ന് പറഞ്ഞൊരു പാസ്റ്റർ ലണ്ടനിൽ നിന്ന് പ്രസംഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നെറ്റിൽ അടിച്ചാൽ അദ്ദേഹത്തിൻ്റെ മെസ്സേജുകൾ കിട്ടും. അദ്ദേഹത്തോട് വലിയൊരു വേദപണ്ഡിതനാണ് പുള്ളി ഒരു സ്കോളറാണ്. സ്കോളർ എന്ന് പറയുമ്പോൾ ഹിബ്രു ബൈബിളിൻ്റെ തർജ്ജിമ നന്നായി പ്രസംഗിക്കുന്ന ആളാണ്. ഹിബ്രു ബൈബിൾ നന്നായി പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് വിശുദ്ധ വേദപുസ്തകം ആദ്യം എഴുതിയത് ഹിബ്രു ലാംഗ്വേജിലാണ്. ഹിബ്രു ആണ് ഇസ്രായേൽ മക്കളുടെ ഭാഷ. ദൈവം സംസാരിച്ചിരിക്കുന്ന ഭാഷയാണത്, എബ്രായ ഭാഷ. അപ്പം അതിൻ്റെ തനി അർത്ഥം നമ്മൾ എടുത്തു പഠിച്ചാൽ ഇപ്പോൾ പല അർത്ഥങ്ങളും നമ്മൾ മലയാളത്തിലും അതുപോലെ ഗ്രീക്കിൽ പോലും ഉള്ള അർത്ഥങ്ങൾക്ക് വലിയ വ്യത്യാസമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്കതിനെക്കുറിച്ച് അറിയില്ല, ഞാനതൊന്നും പഠിച്ചിട്ടില്ല. പക്ഷെ പറഞ്ഞു കേട്ടിടത്തോളം അതിൽ സത്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുക. അദ്ദേഹത്തോടെ സംശയ നിവാരണം എന്നൊരു സബ്ജക്റ്റ് അദ്ദേഹം ചെയ്യുന്നുണ്ട്. അതിലൊരു വാത്സല്യ സഹോദരി ചോദിച്ചു, പാസ്റ്ററെ സഹോദരിമാർക്ക് ശുശ്രൂഷ ഉണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം കുറച്ചു നേരം ഇങ്ങനെ മൗനമായിരുന്നിട്ട് ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിച്ചൊന്നും പറയുന്നില്ല, നോ എന്നൊരു വാക്ക് മാത്രം പറഞ്ഞു. വിശദീകരണമൊന്നും പിന്നെ പുള്ളി പറയാൻ പോയില്ല. വിശദീകരണം പൗലൂസ് പറയുന്നുണ്ട്, ഞാൻ അതിലേക്കും പോകുന്നില്ല, അതിനിപ്പോൾ സമയമില്ല. ഇത് കേട്ടിട്ട് ആരെങ്കിലും സംശയമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് കമൻറ്റ് ചെയ്യുകയോ വിളിച്ചു ചോദിക്കുകയോ ചെയ്താൽ വചനത്തിലൂടെ നിങ്ങൾക്ക് അതിൻ്റെ മറുപടി തരാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് പറഞ്ഞ് ആ ഭാഗത്തു നിന്ന് മുന്നോട്ട് പോകുകയാണ്. അപ്പോൾ സ്തോത്രം, ദൈവത്തിൻ്റെ വചനം നമ്മൾ ആഴമായി പഠിക്കുമ്പോൾ ഇപ്പോൾ വായിച്ചു, കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു, സഹോദരിമാർ എന്ത് ചെയ്യുന്നു? വാടുന്നു. അടുത്ത എന്റെ ജനമേ അവിടെ നിക്കട്ടെ അങ്ങോട്ട് പോകല്. പിന്നെ ഞാൻ പറയുന്ന ഭാഷയല്ലേ ഇത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തെ കുറിച്ച് വേദപണ്ഡിതന്മാർ പറയുന്നത് 5ാമത്തെ സുവിശേഷം എന്നാണ്. അതിനെന്താ ഒരു കാരണം അവർ പറയുന്നതെന്ന് അറിയാമോ? അതല്ല, അതുകൊണ്ടല്ല. യേശുക്രിസ്തുവിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രവചിച്ചിരിക്കുന്ന ഒരു പ്രവാചകൻ യെശയ്യാവാണ്. യേശുക്രിസ്തു ജനിക്കുന്നതിന് 500-600 വർഷങ്ങൾക്ക് മുമ്പാണ് പ്രവചിച്ചതെന്ന് ഓർത്തോണേ.
ക്രിസ്തു ഈ ഭൂമിയിൽ വരുന്നതിന് 500-600 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ ആത്മാവിൽ പ്രവചിച്ച പ്രവചനമാണ് ക്രിസ്തു ജനിക്കുമെന്നും ക്രിസ്തു ദാവീദിന്റെ സന്തതിയായി വരുമെന്നും അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭുവെന്നും അതുപോലെ കർത്താവിനെ കുറിച്ച് ഒട്ടനവധി സ്റ്റേറ്റ്മെന്റുകൾ വളരെ ശക്തിയോടെ പ്രവാചകൻ പ്രവചിച്ച പുസ്തകമായതുകൊണ്ട് വേദപണ്ഡിതന്മാർ അതിന് ഒരു ഭാഷാ പ്രയോഗം കൊടുത്തിരിക്കുന്നതാണ്. അത് 5-ാം സുവിശേഷമായിട്ട് 5-ാം സുവിശേഷമായിട്ട് ഇരിക്കുന്നില്ല. അതുകൊണ്ട് ഒരു ആലങ്കാരിക പദപ്രയോഗത്തിൽ അതിനങ്ങനെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ യെശയ്യാവാണ് ഇത് എഴുതിയിരിക്കുന്നത്. എൻ്റെ ജനമേ, നടത്തുന്നവർ നിങ്ങളെ തെറ്റിച്ചു കളയും, വഴിതെറ്റിക്കുന്നു. നമ്മൾ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ച് മുൻപോട്ട് പോകുന്ന ജനത്തെ തെറ്റിക്കുന്നത് RSSകാരല്ല, BJPക്കാരല്ല, വിശ്വഹിന്ദു പരിഷത്തുകാരല്ല, ശിവസേനക്കാരല്ല, ബജറംഗല്ല, മുസ്ലിം ഭീകര സംഘടനകളല്ല, പെന്തക്കോസുകാരാണ്. മനസ്സിലാക്കണോ? ഞാനത് തെളിച്ചങ്ങ് പറയുക, ഉള്ളതുപോലെ പറയുക. ദൈവസഭയ്ക്ക് കേടുവരുത്തുന്നത് ഈ വർഗീയവാദികളും സുവിശേഷ വിരോധികളൊന്നുമല്ല, നമ്മുടെ സഭയുടെ ഉള്ളിൽ തന്നെ കിടപ്പുണ്ട്. ആ പരിജ്ഞാനത്തോടെ മനസ്സിലാക്കുക. ദൈവസഭയെ നടത്തുന്നവർ അവരെ തെറ്റിക്കാനല്ല, അവരെ തെറ്റിൽ നിന്ന് തിരുത്തി ശരിയിലേക്ക് നടത്തി നിത്യതയെ കൊണ്ടെത്തിക്കാനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. കൊലോസ്യ ലേഖനത്തിലെ എപ്പോഴും ഉരുവിടുന്നൊരു പദമാണ്. അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനെയും സകല ജ്ഞാനത്തോടുകൂടി ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവരുടെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. അപ്പൊ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്തുക എന്നുള്ളതാണ് ശുശ്രൂഷ, മറ്റൊന്നുമല്ല. ഏത് ജാതിയിൽപ്പെട്ടവരായിക്കോട്ടെ, ഏത് ജാതി മതസ്ഥരായിക്കോട്ടെ, അതിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വരുന്നവരെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്തുക, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കി നിർത്തുക, മരണാനന്തര ജീവിതം അവന് ലഭിക്കുമെന്ന് ഉറപ്പുവരുത്തുക. അത് ചെയ്യുന്നില്ല. നടത്തുന്നവർ തെറ്റിക്കുന്നുവെന്ന് യെശയ്യാ പ്രവാചകൻ പറയുക. അടുത്തൊരു ഭാഗം പദപ്രയോഗം കൂടി ഉണ്ട്, അത് കേൾക്കുമ്പോൾ ഒന്നുകൂടി ഞെട്ടും. അല്ല, ഇവിടുത്തെ യെശയ്യാ എന്തോ നീ നടക്കേണ്ടുന്ന വഴി അവർ നശിപ്പിക്കുന്നു. 2 കാര്യങ്ങളാണ് ഇവിടെ ഇടയന്മാർ ചെയ്യുന്നതെന്ന് വചനം പറയുക. ഒന്ന്, വഴി തെറ്റിച്ച് കളയുന്നു. അവർ നടക്കേണ്ടുന്ന വഴി നശിപ്പിച്ച് കളയും. ആരെങ്കിലും ഒരുത്തൻ രക്ഷപ്പെടാൻ പോയാൽ കടലും കരയും കടന്ന് സുവിശേഷം അറിയിച്ചിട്ട് അവസാനം എന്ത് ചെയ്യുക? ഇരട്ടിച്ച നരകത്തിന് യോഗ്യരാക്കി തീർക്കുക. ആരാ അത് ചെയ്തത്? അത് ചെയ്തത് ആരാ? ശാസ്ത്രിമാരും പരീശന്മാരും. അവരെ കുറിച്ച് കർത്താവ് പറഞ്ഞതാ. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിലാണ് ആ വിഷയം കിടക്കുന്നത്. മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം എന്താ? മോശയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ശാസ്ത്രിമാരും പരീശന്മാരും ജനത്തെ എന്ത് ചെയ്യുക? തെറ്റായ വഴിയിലൂടെ നടത്തി കളയുക, അവരെ നശിപ്പിച്ച് കളയുക, അവരെ ഇരട്ടിച്ച് നരകത്തിന് യോഗ്യനാക്കുക. അതുപോലെ പുതിയ നിയമത്തിലും ഇടയന്മാർ, ശുശ്രൂഷകന്മാർ ഇത് ചെയ്യുന്നു എന്നാണ് യെശയ്യാ പ്രവാചകൻ എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ആത്മാവിൽ ആ മനുഷ്യൻ പ്രവചിക്കാനിടയായി തീർന്നത്. ദൈവമക്കളെ, ഞാൻ എന്തിനാ ഇത് പറയുന്നത്? ആമുഖമായി ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? നമ്മൾ ഒരു മുൻകരുതൽ എടുത്തുകൊള്ളണം. കർത്താവ് പറഞ്ഞു, ആരും നിങ്ങളെ തെറ്റിക്കരുത്. അപ്പോസ്തലന്മാർ പറഞ്ഞു, ആരും നിങ്ങളെ തെറ്റിക്കരുത്. ഈ തെറ്റിപ്പോകാതിരിക്കാൻ എന്ത് വേണം അമ്മേ? ചോദ്യം ചോദിക്കൽ എൻ്റെ ഒരു സൂക്കേടാണ് കേട്ടോ, ക്ഷമിച്ചോളാം. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായികാൽ തെറ്റിപ്പോകുന്നു. അത്ര തിരുവെഴുത്തുകളെയും ദൈവശക്തി അറിഞ്ഞാൽ തെറ്റിപ്പോകത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് വേദപുസ്തകം വായിക്കണം, വേദപുസ്തകം പഠിക്കണം. ഒരു ദിവസത്തിൽ വേദവായനയ്ക്കും പ്രാർത്ഥനയ്ക്കും വേണ്ടി ചില മണിക്കൂറുകൾ മാറ്റിവെച്ച് വേദപുസ്തകം വായിച്ച് പഠിച്ച് അതിലെ ആത്മീക സത്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് നമ്മൾ മുൻപോട്ട് പോയില്ലെങ്കിൽ നമ്മളെ തെറ്റിച്ച് കളയും. നമ്മളെ നടത്തുന്നവർ നമ്മളെ തെറ്റിച്ച് കളയും. നമ്മൾ സ്വത്രാഴ്ച കൊടുക്കുന്നതും ദശാംശം കൊടുക്കുന്നതും തെറ്റിച്ച് നരകത്തിൽ കൊണ്ട് കളയാനാണെന്ന് ഓർക്കുമ്പോൾ എത്ര വേദനാജനകമാണ്. എന്താ പാസ്റ്റർ ഇത്ര ആധികാരികമായി പറയുന്നത്? 25 വർഷം എനിക്കിതൊന്നും ആരും പറഞ്ഞതില്ല. പെന്തക്കോസ് അവിടെ ഒരു എളിയ സഹോദരനായി ചർച്ചിലിരുന്ന് പാ തേഞ്ഞതല്ലാതെ ഈ വിഷയങ്ങളൊന്നും ഗ്രഹിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. കാരണം എന്നെ ആരും പഠിപ്പിച്ചില്ല.
അതിൽ ഡോക്ടർമാരുണ്ട്, റവറന്റുമാരുണ്ട്, വലിയ വലിയ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്ന പല പ്രിയപ്പെട്ടവരുണ്ട്. ഓർക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത്. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഈ പത്രോസിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? യോഹന്നാന്റെ എന്താണ്? യാക്കോബിന്റെ എന്താണ്? എന്താ ക്വാളിഫിക്കേഷൻ? മീൻ പിടിച്ചാടുന്നു. അത്ര മീൻ പിടിച്ചു. ഗലീല കടലിന്റെ ആഴം, നീളം, വീതി നന്നായിട്ട് അറിയാം. എവിടെ മീൻ കിട്ടും, എവിടെ മീൻ കിട്ടില്ലെന്ന് നന്നായിട്ട് അറിയാം. എന്നിട്ട് പോലും ഒരു രാത്രി മുഴുവൻ കിടന്ന് അധ്വാനിച്ചിട്ട് ഒരു പള്ളത്തി പോലും കിട്ടിയുമില്ല. അതാണ് അതിനും കഷ്ടം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? മനുഷ്യന്റെ അറിവുകൾ, മനുഷ്യന്റെ കഴിവ് യാതൊരു ഗുണവുമില്ലെന്ന് മനസ്സിലായിക്കോ. ഹല്ലേലൂയ. പിന്നെ ആരാ? നമ്മളെ പ്രാപ്തരാക്കുന്നൊരു ദൈവമുണ്ട്, നമ്മെ ശക്തീകരിക്കുന്ന ദൈവമുണ്ട്, നമ്മെ അഭിഷേകം ചെയ്ത് നമ്മെ ബലപ്പെടുത്തിയ ഒരു ദൈവമുണ്ട്. ആ ദൈവത്താലാണ് ഇത് സംഭവിക്കുന്നത്. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കും. പിതാവേ അനേക ജ്ഞാനികൾക്ക്, വിവേകികൾക്ക് മറച്ചു വെച്ചിട്ട് ശിശുക്കൾക്ക് ഇത് വെളിപ്പെടുത്തി. ശിശു എന്ന് പറഞ്ഞാൽ എന്താ? പത്രോസ് അമ്മിഞ്ഞപ്പാൽ കുടിച്ചു നടക്കുന്നു പറഞ്ഞാണ് അതിന്റെ അർത്ഥം. അറിവിൽ ശിശു, ആത്മീക ശിശു, ഒന്നും അറിയത്തില്ല. എൻ്റെ പൊന്നു ദൈവമക്കളെ, ഈ ദൈവവചനം പ്രസംഗിക്കാനായിട്ട് BTH MTH മാസ്റ്റർ ബിരുദങ്ങൾ എടുക്കണമെന്നുള്ള ചിന്തയൊക്കെ ദൈവമക്കൾ കളയണം. അതൊക്കെ എടുക്കുന്നതിനോട് ഞാൻ എതിരൊന്നുമല്ല. അതെടുത്ത് പ്രസംഗിച്ചാലേ പ്രസംഗം ആവുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊന്നും ശരിയായ ഭാഷകളല്ല. അങ്ങനെയെങ്കിൽ പത്രോസ് ഏത് ബൈബിൾ കോളേജിലാണ് പഠിച്ചത്? യോഹന്നാൻ, യാക്കോബ്, യൂദ അവരൊക്കെ ഏത് ബൈബിൾ കോളേജിലാണ് പഠിപ്പിച്ചത്? കല്ലേറ് കൊണ്ട സ്തേഫാനോസ് ഏത് ബൈബിൾ കോളേജിലാണ് പഠിച്ചത്? പൗലോസ് ഒഴികെ മറ്റ് ശിഷ്യഗണങ്ങളൊക്കെ ഏത് ബൈബിൾ കോളേജിലാണ് പഠിച്ചത്? ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി ഉണ്ട്. ഏത് ബൈബിൾ കോളേജിലാണ് പഠിച്ചത്? യേശു ക്രിസ്തുവിന്റെ ബൈബിൾ കോളേജിൽ 3.5 വർഷം കൂടെ നടന്ന് പഠിച്ചു. ക്ലാസ് എവിടെ വെച്ചാണ് നടന്നത്? പലസ്തീൻ നാട്ടിന്റെ കടപ്പുറത്തും അവിടെ ഇവിടെയൊക്കെ വെച്ച് ക്ലാസ്സുകൾ നടത്തി. എത്ര പേരുണ്ടായിരുന്നു? 12 പേര് മുമ്പിലുണ്ടായിരുന്നു. ബാക്കി കുറെ എണ്ണം അപ്പം തിന്നാനും കുഴിയെണ്ണാനും, പിന്നെ രോഗശാന്തി, ഭൂതശാന്തി, അത്ഭുതം, അടയാളങ്ങൾ, കാറ്, വീട്, പിന്നെ ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി അങ്ങനെ കുറെ എണ്ണം പിൻപറ്റി യേശുവിനെ. അന്ത ഭാഷ അങ്ങനെ പറയാൻ കാര്യം, കാരണം ഉപദേശം കഠിനപ്പെടുത്തിയപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് വായിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഉപദേശം അങ്ങോട്ട് കട്ടിയായിട്ട് പറഞ്ഞു ഇതാർക്ക് വേണം, ഇത് കഠിനവാക്ക്, ഞങ്ങൾ പോകാമെന്നും പറഞ്ഞ് അവർ കളഞ്ഞിട്ട് പോയി, പൊടിയും തട്ടി കളഞ്ഞിട്ട് പോയി. ബാക്കി പേര് നിന്നവരോട് കർത്താവ് പറഞ്ഞ ഭാഗം എനിക്ക് വളരെ സന്തോഷം നൽകുന്നതാണ്. നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ, അപ്പോ നിങ്ങൾക്കും പൊയ്ക്കൊള്ളാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. പൊക്കോളാനാണ് അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം പൊക്കോളാനാണ്. കൈയൊക്കെ തൊട്ടയൊടിച്ചിട്ട് പത്രോസ് പറഞ്ഞു, ഞങ്ങളുടെ ആരുടെ അടുക്കൽ പോകാനായി, എല്ലാം വിട്ടുവന്ന് ഞങ്ങളുടെ ആരെടുക്കൽ പോകാനാ? ഒരു മറുപടി പത്രോസ് പറയുന്നുണ്ടോ എന്ന് പറഞ്ഞ്, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്. അതാണ് പത്രോസിനെ മറ്റുള്ള ശിഷ്യന്മാരിൽ നിന്നും വേറിട്ട് നിർത്തുവാൻ ഇടയായ ആ പദം. അതാണ്, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്, നിന്നെ വിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോകും? അതുകൊണ്ട് പത്രോസിന് മറ്റ് ശിഷ്യന്മാരിൽ നിന്ന് കിട്ടിയതിനേക്കാൾ ഏറ്റവും പ്രധാനമായിട്ട് കിട്ടിയത് സ്വർഗരാജ്യത്തിന്റെ ചാവി പത്രോസിന് കൊടുത്തു കർത്താവ്. ആദ്യം തുറന്നൊരു 3000 എണ്ണത്തിനെ പത്രോസ് കയറ്റി. അത് കഴിഞ്ഞ് പിന്നീട് ഉള്ളവർ ഓരോരുത്തർ പറഞ്ഞ് ദൈവരാജ്യത്തിന്റെ അംശികളാക്കി മാറ്റി. കണ്ടോ പ്രത്യേകത കണ്ടോ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ സത്യവേദ പുസ്തകം നന്നായിട്ട് വായിച്ചു പഠിക്കണം. പാസ്റ്റർമാരുടെ പ്രസംഗം കേൾക്കുന്നത് നല്ലതാണ്. അത് ആ പ്രസംഗങ്ങൾ ഈ വേദപുസ്തകമാകുന്ന ഉരകല്ലിലോട്ട് ഉറച്ചു നോക്കിയിട്ട് ഇതിനോട് ചേരുന്നില്ലെങ്കിൽ അത് മാറ്റി, അത് കളഞ്ഞേക്കണം, അത് എടുക്കരുത്. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിരോധമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തെ ദൂതനാകട്ടെ, നിങ്ങളുടെ സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ മുൻ പറഞ്ഞ പോലെ പിന്നെയും പറയുന്നു, ഞങ്ങൾ അറിയിച്ച സുവിശേഷത്തിന് വിരുദ്ധമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ വചനം നന്നായിട്ട് മനസ്സിലാക്കുക. യെശയ്യാപ്രവചനം 3-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം നന്നായിട്ട് ദൈവമക്കൾ ഗ്രഹിച്ചു കൊള്ളണം. ഇല്ലെങ്കിൽ നിങ്ങൾ തെറ്റി അവസാനം നിത്യ നരക കുഴിയിലേക്ക് പോയി വീഴാനിടയായിത്തീരും. അതാർക്കും സംഭവിക്കാതിരിക്കാൻ ഒരു മുന്നറിയിപ്പ് എന്നുള്ള നിലയിൽ, ഒരു ടൈറ്റിൽ എന്നുള്ള നിലയിൽ ഞാൻ ഈ സ്തോത്രം വചനം ആദ്യമേ പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് വരുന്നു. നമ്മുടെ വിഷയം എന്താണ്? സ്തോത്രം. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയില്ല. എന്താണ് അതിൻ്റെ അർത്ഥം? മാംസരക്തം എന്ന് പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തി, അവരിൽ മാംസവും രക്തവും മാത്രമേ ഉള്ളൂ. ആദാമിൽ ഉണ്ടായ ഒരു ആത്മാവ്, മനുഷ്യ സൃഷ്ടി എന്നുള്ളതിൽ അവനും ഉണ്ട് ആത്മാവ്. പക്ഷെ ആത്മാവ് എന്ത് ചെയ്യുക? ചത്ത് കിടക്കുക.
ചത്തുപോയത്. അത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോഴാണ് ആ ആത്മാവ് അവനിൽ എന്ത് ചെയ്യുന്നത്? ജീവൻ പ്രാപിക്കുന്നത്. ഹല്ലേലൂയ. അതുവരെ ചത്തവനാ, അത് വെറും മാംസവും രക്തവുമാ. അവനിൽ ദൈവം വെച്ചൊരു ആത്മാവ് സകര്യാപ്രവചനത്തിൽ പറയുന്നുണ്ട്, മനുഷ്യനെ മൂക്കിൽ ജീവശ്വാസം ഊതി ജീവനുള്ള ദേഹിയാക്കി തീർത്തു. എന്ത് ചെയ്തു? ദൈവത്തിന്റെ ആത്മാവിനെ അവനിൽ വെച്ചു. ആത്മാവ് മരിച്ചുപോയി. എങ്ങനെ മരിച്ചു? ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ആക്ഷരിക മരണം ആണ് അവിടെ ഉദ്ദേശിക്കുന്നതെങ്കിലും ആത്മിക മരണവും സംഭവിച്ചു. സ്തോത്രം. അപ്പൊ ആ മനുഷ്യൻ ഇപ്പൊ നമ്മൾ വിചാരിക്കും നല്ല നാന്തരം ഈ സിനി സ്റ്റാറുകളും വലിയ വലിയ ആൾക്കാരൊക്കെ ഇങ്ങനെ വാറിലൊക്കെ വന്നിറങ്ങുമ്പോൾ ഒരു എന്ത് വിലയേറിയ മനുഷ്യരാണ്, ഇപ്പൊ ചത്ത് കിടക്കുന്നവരവരൊക്കെ. നമ്മൾ ആ നിലയിൽ വേണം കാണാൻ. ഈ ചില സമയത്ത് നമ്മൾ കണ്ടിട്ടില്ലേ, ഈ ഏതെങ്കിലും ഒരു സിനിമ നടൻ വരുമ്പോൾ ഒരു ബ്ലാക്ക് ക്യാറ്റ്സ് ഒരു 6 എണ്ണം അപ്പുറവും ഇപ്പുറവും. യുവമാരെ കാരണം ഇയാൾക്ക് നടക്കാൻ പോലും പറ്റത്തില്ല. പിന്നെ കുറെ എണ്ണം മുമ്പോട്ടും നിറോട്ടും ഒക്കെ വന്ന് ഈ പുള്ളി നടക്കാൻ സമ്മതിച്ചില്ല. ഞാൻ ചോദിച്ചു എന്താണ് ഇതിൽ പ്രത്യേകത എന്ന് ഞാൻ ചിന്തിക്കും. അങ്ങനെ വല്ല ചിന്തിച്ചിട്ടുണ്ടോ? വല്ലപ്പോഴും ഇവരിൽ എന്താ പ്രത്യേകത ചിന്തിച്ചിട്ടുണ്ടോ? ആ മരിച്ചു അല്ലേ? ഇവരിൽ എന്താ പ്രത്യേകത എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നല്ല നമ്പർ 1 ഭൂതമാവന്മാരിലിരിക്കുന്നത്. തമാശല്ല. അതാണ് ഇവരിലെ മനുഷ്യരിലൂടെ ആകർഷിക്കുന്നത്. അല്ല, എന്നാ ദൈവകൃപ വല്ലതും ആണോ? ഭയങ്കരമായിട്ട് ആക്ട് ചെയ്യുന്നു, 100 റൺസൊക്കെ അടിച്ചു കൂട്ടുന്നു. പിന്നെന്താ, പല പല ലോകത്തിലെ ബുദ്ധിപരമായ പല കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു കഴിവ് ഈ മനുഷ്യരിലുണ്ട്. എന്താ കാര്യം? സാത്താന്റെ ഒരു പ്രതിരൂപമാണ് ആ വ്യക്തി. അതുകൊണ്ട് ആൾക്കാർ കിടന്ന് ഇരിയൽ പൊതിയുന്ന പോലെ പൊതിയുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ന്യൂസ് കേട്ടു. നല്ല നമ്പർ 1 ദൈവവചനം പ്രസംഗിക്കുന്ന ഒരു കർത്താവിന്റെ ദാസൻ ഫ്ലൈറ്റിൽ വന്ന് ഇറക്കിയിട്ട് ആരുമില്ല കൊണ്ടുപോകാനായിട്ട്. പുള്ളി അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ചർച്ച വന്ന് പ്രസംഗിച്ചു പോയി. ഒരു നമ്പർ 1 ദുരുപദേശി ഊത്തുവീരൻ വന്നിട്ട് പാല് ഭാഗത്ത് നിന്ന് കാറുകൾ പോയി അവരെ സ്വീകരിച്ചുകൊണ്ട് ഒന്ന് ഊതുമ്പോൾ 4 കേരളം പറയുന്ന ഉപദേശിനെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഈ ലോകം ചെയ്യുന്നത് മുഴുവൻ തികച്ചും ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. ദൈവദാസന്മാർക്കോ ദൈവമക്കൾക്കോ യഥാർത്ഥമായി ജീവിക്കുന്നവർക്കോ യാതൊരു വിലയും നിലയും ഈ ഭൂമിയിൽ കിട്ടത്തില്ല. അവരാരും നമുക്ക് തരത്തില്ല. നമുക്കത് വേണ്ട. നമ്മളെ ദൈവം അംഗീകരിച്ചാൽ മതി, നമ്മളെ ദൈവം അറിഞ്ഞാൽ മതി. മരണാനന്തരം ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് കിട്ടിയാൽ മതി, നമുക്ക് സ്വർഗരാജ്യം കിട്ടിയാൽ മതി, നമുക്ക് രൂപാന്തര ശരീരം കിട്ടിയാൽ മതി, നമുക്ക് 1000 ആണ്ട് വാഴ്ച കിട്ടിയാൽ മതി, നമുക്ക് പുതിയ ആകാശം പുതിയ ഭൂമിയിലെ അവകാശം മതി. മറ്റൊന്നും നമുക്ക് വേണ്ട. ഞാൻ ആ ചിന്താഗതിയിലാണ് ഇപ്പൊ പോകുന്നത്. നിങ്ങൾക്കറിയാമോ, ഇന്ന് ഒരു സഭാ പാസ്റ്റർ ഏതെങ്കിലും ഒരു പൊളിറ്റിക് മീറ്റിങ്ങിലോ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് സീറ്റ് വലിച്ചിട്ട് കൊടുക്കും. അയ്യോ ചർച്ച പാസ് ഇട്ട് കൊടുക്കും. ഞാനങ്ങോട്ട് ചെന്നാലോ ഓടിച്ചു വിടും, പട്ടി അടിച്ചു വിടും. വേണം ഇവര് നമ്മളൊന്നും അറിയത്തില്ല, ഓമ്പറായത്. കാരണം പേര് കേട്ട ആളല്ല. മറ്റത് പേര് കേട്ട ആളാണ്, പ്രശസ്തിയുള്ള ആളാണ്, ഡിഗ്രി ഉള്ള ആളാണ്. ദൈവത്തെ അറിയുന്നോ ഇതൊന്നും അവർക്ക് വിഷയമല്ല. 4 പേര് അറിയുന്ന ആൾക്കാരെ സ്വീകരിക്കാൻ ലോകമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ദൈവം അറിയുന്നവനെ സ്വീകരിക്കാൻ ദൈവവും ദൈവത്തിന്റെ മക്കളും മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ പൗലോസ് പറയുന്നതിന്റെ മർമ്മം മനസ്സിലാക്കുക. മാംസരക്തമായിരുന്നാൽ ദൈവരാജ്യം നിനക്ക് കിട്ടത്തില്ല. എൻ്റെ അർത്ഥം, നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശയം പ്രാപിച്ച് ആത്മനിറവിൻ ജീവിതം നയിച്ച് ആത്മാവിൽ ആരാധിച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ച് ആത്മാവിൽ സ്തോത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മാത്രമേ ദൈവം നിന്നെ അറിയത്തുള്ളൂ, നിനക്ക് ദൈവരാജ്യത്തിന്റെ അംശയാകാൻ പറ്റത്തുള്ളൂ. നീ ഒരു മാംസരക്തമായിരുന്നാൽ മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കിയില്ല. ഈ ദ്രവിച്ചു പോകുന്ന എന്റെ ശരീരം ദ്രവിക്കാത്ത അവസ്ഥയിലേക്ക് വരത്തില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കിയില്ല എന്ന് ഞാൻ പറയുന്നു. ഇത്രയും പറഞ്ഞു വെച്ചിട്ടാണ്, ഒത്തിരി വിശദീകരണം ഈ ഭാഗത്ത് കൊടുക്കണം, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എന്നിട്ട് ആണ് അവിടുത്തെ പൗലോസ് എൻ്റെ മിസ്റ്ററി വെളിപ്പെടുത്തുന്നത്. മിസ്റ്ററി, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. മർമ്മം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം മിസ്റ്ററി. എന്താണ് ആ മിസ്റ്ററി? നമുക്കൊന്ന് പഠിക്കണ്ടേ ആ മിസ്റ്ററി എന്താണെന്ന്? ഹല്ലേലൂയ. വായിച്ചാട്ടെ, വാക്യം തന്നെ വായിച്ചാട്ടെ. ആമേൻ. സ്തോത്രം. ആമേൻ.
അടുത്ത് ആ ആ മതി മതി മതി. ബാക്കി നമുക്ക് പിന്നീട് ചിന്തിക്കാം. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം ശ്രദ്ധിക്കണേ, വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വാക്യമാണ്. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. ഈ നിദ്ര എന്നുള്ള പദം ശ്രദ്ധിച്ച് പഠിക്കണം. പലരും അതെടുത്ത് പ്രയോഗിക്കാറില്ല. ലാസർ മരിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞ് ലാസർ ചത്തുപോയി, മരിച്ചുപോയി, നമുക്ക് അവനെ കാണാൻ പോകാതെ. അപ്പൊ യേശുക്രിസ്തു എന്താ പറയുക? അവൻ ഉറങ്ങാണ്. ലാസർ മരിച്ചുപോയെന്ന് നാട്ടുകാർ മുഴുവൻ പറഞ്ഞു കൊടുന്നു. സ്വന്തക്കാരും ബന്ധുക്കാരെല്ലാം പറഞ്ഞ് ലാസർ പോയി. കർത്താവ് പറഞ്ഞു അവൻ പോയില്ല, അവൻ ഉറങ്ങാൻ പോയി. ഇതിൽ നിന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ദൂത്, യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട് യഥാർത്ഥമായി വീണ്ടും ജനനം പ്രാപിച്ച് പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞ് ദൈവവചന വ്യവസ്ഥപ്രകാരം പ്രത്യാശയോടെ ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ മരിച്ചു കഴിഞ്ഞാൽ അത് മരണമല്ല, അത് ഉറക്കമാണെന്ന് നമ്മൾ പഠിക്കണം. കർത്താവ് അങ്ങനെ പഠിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ പറയുന്നു, ലോകത്തിന്റെ ഭാഷ നമ്മൾ പറയരുത്. ഇനി ഒരു നമ്മുടെ സഭയിലെ ഒരു ദൈവ പൈതൽ പ്രത്യാശയോടെ മരിച്ചാൽ തന്നെ നമ്മൾ എന്ത് പറയണം? അച്ചായൻ ഉറങ്ങാൻ പോയിരിക്കുക, സ്തോത്രം. അതുകൊണ്ട് ആ ഉറക്കത്തിലൊരു ശുശ്രൂഷ ഉണ്ടല്ലോ ഇവിടെ. മരിച്ചെന്നുള്ളതാണ് ജനം കണക്കാക്കുന്നത്, ലോകം കണക്കാക്കുന്നത്. അപ്പം അതിൻ്റെതായ ജഡപ്രകാരം ഈ വ്യവസ്ഥ പ്രകാരം ഒരു ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്. പുള്ളിയെ ഒന്ന് മണ്ണിൽ കൊണ്ടുപോയി കുടിച്ചിടണം. കുടിച്ചിട്ടാൽ അദ്ദേഹം ഉറങ്ങിക്കിടക്കുക, മണ്ണിലാണെങ്കിലും ഉറങ്ങിക്കിടക്കുക. സ്തോത്രം. കാഹളം ധ്വനിക്കുമ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യും? ചാടി എണീക്കും. വേദപുസ്തകത്തിൻ്റെ ലോജിക്കാൻ ഞാൻ പറയുന്നത് ലോകത്തിൻ്റെ ഭാഷയല്ല. ലോകത്തിൻ്റെ ഭാഷയിൽ അവൻ ചത്തുപോയി, ദ്രവിച്ചു പോയി. അവൻ്റെ സ്തോത്രം മാംസം എന്ത് ചെയ്തു? പുഴുക്കൾ ഭക്ഷിച്ചു, അവസാനം മണ്ണോട് ചേർന്നു. അത് വചനപ്രകാരം മണ്ണിൽ നിന്ന് എടുത്തിരിക്കുന്നു, മണ്ണിലേക്ക് തിരികെ ചേരും. അത് കറക്റ്റാ. എന്നാൽ ആത്മാവ് അതിനെ നൽകി എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ അടുക്കിലേക്ക്. ആത്മാവ് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകുമെന്ന് സോളമൻ പറഞ്ഞെങ്കിലും ദൈവവചന വ്യവസ്ഥ പാലിക്കുന്നവർ മരിച്ചാൽ മാത്രമേ ദൈവസന്നിധിയിലേക്ക് ചെന്നെത്തത്തുള്ളൂ, അല്ലെങ്കിൽ വിശ്രാമ സ്ഥലത്തേക്ക് ചെല്ലത്തുള്ളൂ. അല്ലാതെ പോയ യാതന സ്ഥലത്തേക്ക് തിരിച്ചു പഠിച്ചോണം. സോളമൻ പറഞ്ഞ് വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ആത്മാവ് ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകുന്നില്ലേ പറഞ്ഞേക്കണം. അപ്പോൾ കുഴപ്പമില്ല. നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ടവരൊക്കെ മരിച്ചവരെല്ലാം ദൈവത്തിൻ്റെ അടുക്കൽ പോകുന്ന തന്തോടിച്ച് നടക്കുന്നവരുണ്ട്. നമ്മൾ തിരിച്ചു കൊടുക്കണോ? അത് യഥാർത്ഥമായി കർത്താവിനെ രക്ഷിതമായി സ്വീകരിച്ച് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എൻ്റെ പാപത്തിനു വേണ്ടി മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ആത്മനിറവൻ ജീവിതം നയിച്ച് ആത്മാവിനെ അനുസരിച്ച് നടന്ന് ആത്മഫലങ്ങൾ പുറപ്പെടുവിച്ച് ഹല്ലേലൂയ തികഞ്ഞ ഒരു ആത്മീകനായി ജീവിക്കുന്നവർക്ക് മാത്രമേ ഇത് സംഭവിക്കുന്നുള്ളൂ. രക്ഷിക്കപ്പെട്ടത് കൊണ്ടോ സ്നാനപ്പെട്ടത് കൊണ്ടോ അഭിഷേകം പ്രാപിച്ചുകൊണ്ടോ സ്വർഗരാജ്യം കിട്ടണമെന്നില്ല. കാരണം പാപം ഇതിനിടയ്ക്ക് വന്നാൽ നമ്മുടെ രക്ഷ എന്ത് ചെയ്യും? നഷ്ടപ്പെടുത്തി കളയും. അതുകൊണ്ടാണ് കർത്താവും അപ്പോസ്തലന്മാരും പാപം എന്നുള്ള വിഷയത്തെക്കുറിച്ച് ശക്തമായി പഠിപ്പിച്ചത്. ഞാൻ മുമ്പൊക്കെ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാകും. ഇപ്പോഴും ഞാൻ പിന്നെയും പറയാൻ താല്പര്യപ്പെടുക. റോമാലേഖനം 6-ാം അധ്യായം പഠിപ്പിച്ചു വരുമ്പോൾ, പാപത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ, പാപത്തെ വിട്ടോടണം, പാപത്തെ കീഴ്പ്പെടുത്തണം, പാപത്തോട് പോരാടണം, പിന്നെ പാപത്തോട് എതിർത്ത് നിൽക്കണം, പ്രാണത്യാഗത്തോട് എതിർത്ത് നിൽക്കണം. ഇത്തരം കാര്യങ്ങൾ പാപവുമായിട്ടുള്ള ബന്ധത്തിൽ ചെയ്യുന്ന വിശ്വാസികളുണ്ടോ ലോകത്ത്? ഉണ്ടെങ്കിൽ കൊള്ളാം, ഇല്ലെങ്കിൽ അങ്ങനെ ആകണം. അല്ലെങ്കിൽ അതുകൊണ്ട് വിശേഷമില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ അബദ്ധത്തിൽ ചെന്ന് ചാടരുത്. പലരും അബദ്ധത്തിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ വ്യവസ്ഥ വിട്ടു പോയാൽ നമുക്ക് സ്വർഗരാജ്യം കിട്ടത്തില്ല. അത് നന്നായിട്ട് മനസ്സിലാക്കണം. അത് ആധികാരികമായി പഠിപ്പിക്കാൻ വചനത്തിലൂടെ നമുക്ക് കഴിയും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഇവിടെ പൗലോസ് പറയുന്ന ഭാഗം വളരെ ശ്രദ്ധിച്ചു പഠിക്കണം. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. എന്താണ് ആ മർമ്മം? നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. അന്ത്യകാഹളനാദത്തിങ്കൽ അന്ത്യകാഹളനാദത്തിങ്കൽ. അപ്പൊ കാഹളനാദത്തെ കുറിച്ച് പിന്നെ പറയുന്ന ഭാഗം നമ്മളൊന്ന് പഠിക്കണം. എടുത്ത് വായിക്കാം. തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിലേക്ക് വന്നാട്ടെ. തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിലേക്ക് വന്നാട്ടെ. ഹല്ലേലൂയ. അതിന്റെ 13 മുതൽ വാക്യങ്ങൾ വായിച്ചാട്ടാ മാമേ.
13 മുതലുള്ള വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സഹോദരന്മാരെ, പ്രത്യാശയില്ലാത്ത ആ മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് ആ നിദ്രകൊള്ളുന്നവരെ കുറിച്ച് ആ അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അടുത്ത് യേശു മരിക്കുകയും ആ ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് ആ നാം വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നു എങ്കിൽ എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും ആ. യേശു മുഖാന്തരം അവനോടുകൂടെ വരുന്നു. ആമേൻ. അടുത്ത് കർത്താവിന്റെ പ്രത്യക്ഷത വരെ ആമേൻ. ജീവനോടെ ശേഷിക്കുന്നവരായ നാം ആ നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെ ഇല്ല എന്ന് ആ. ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. അടുത്ത് കർത്താവ് താൻ ആ. ഗംഭീരനാദത്തോടും കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ആ പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അടുത്ത് ആ ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ശ്രദ്ധിച്ചേ. സ്തോത്രം. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ഇതും മരണവീട്ടിൽ പറയുന്ന കാര്യങ്ങളാണ്. എൻ്റെ ബഹുമാനപ്പെട്ട പാസ്റ്റർമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഈ രീതി അങ്ങോട്ട് മാറ്റിയിട്ട് ഇത് സഭായോഗത്തിലെടുത്ത് പ്രസംഗിക്കുക. ഈ വചനം ഇത് കോട്ടേജ് മീറ്റിങ്ങിൽ പ്രസംഗിക്കുക, ഇത് ഉപവാസ പ്രാർത്ഥനയിൽ പ്രസംഗിക്കുക, ഇത് സഭ കൂടി വരുമ്പോഴൊക്കെ പ്രസംഗിക്കുക. നമ്മുടെ വിശ്വാസികൾ പ്രത്യാശ നിർഭരമുള്ള ജീവിതം നയിക്കട്ടെ. അവര് എന്തിനവരെ പ്രത്യാശയില്ലാത്തവരാക്കി തീർക്കുന്നു? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, 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 സ്തോത്രം.